ഹായ്, ഞാനിപ്പോൾ നിൽക്കുന്നത് അടൂരിലാണ്. പത്തനംതിട്ട ഡിസ്ട്രിക്ട് ഫിലാറ്റലിക് ആൻഡ് ന്യൂമിസ്മാറ്റിക് അസോസിയേഷൻ്റെ ഒരു എക്സിബിഷൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടൂർ പെക്സ് 2024 എന്ന പേരിലാണ് ഈ എക്സിബിഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അടൂർ SNDP ഹാളിലാണ് ഈ എക്സിബിഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. PNPAയുടെ മെമ്പേഴ്സായ ചില ആളുകളുടെ കളക്ഷനുകൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതിൽ മന്മഥൻ സാറിൻ്റെ കളക്ഷനുകൾ എന്താണെന്നുള്ളതാണ് നമ്മളിനി കാണുവാനായിട്ട് പോകുന്നത്. അദ്ദേഹത്തിൻ്റെ നിരവധി കളക്ഷനുകളിലുള്ള കുറച്ച് ഐറ്റംസ് മാത്രമാണ് ഇവിടെ ഇപ്പോൾ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ആ ഐറ്റംസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മളിപ്പോൾ കാണാനായിട്ട് പോവുകയാണ്. എൻ്റെ പേര് P. മന്മഥൻ, പത്തനാപുരം. ഞാൻ പുരാവസ്തുവിൻ്റെ കളക്ഷൻ തുടങ്ങിയിട്ട് ഏകദേശം 40 വർഷത്തോളമായി. എൻ്റെ മെയിനായിട്ടുള്ള കളക്ഷൻ എന്ന് പറയുന്നത് കോയിന്, പുരാതന കോയിന്, പുരാവസ്തുക്കൾ, ഇവയൊക്കെയാണ്. അപ്പോൾ കോയിലിനകത്ത് മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ തിരുവിതാംകൂർ, കൊച്ചി, മലബാർ, ടിപ്പു സുൽത്താൻ്റെ, ബ്രിട്ടീഷ് ഇന്ത്യ, അങ്ങനെയൊക്കെയുള്ളതാണ് കോയിൻ കളക്ഷൻ. പിന്നെ പുരാവസ്തുക്കൾ, പഴയ സാധനങ്ങൾ എല്ലാം ഒരുവിധം രീതിയിൽ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാം കൂടെ കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്തം കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ട് കാരണം, യാത്രാ ബുദ്ധിമുട്ട് കാരണം ഞാനിപ്പം കുറച്ച് ഐറ്റംസ് മാത്രമേ ഇവിടെ വെച്ചിട്ടുള്ളൂ. ഇവിടെ വെച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയകാല മുദ്രപത്രങ്ങളാണ്, അതായത് സ്റ്റാമ്പ് പേപ്പേഴ്സ്. അത് ആദ്യം തിരുവിതാംകൂറിൻ്റേത്, പിന്നെ അത് കഴിഞ്ഞിട്ട് കൊച്ചിയുടേത്, പിന്നെ ഡച്ച് കൊച്ചിയുടേത്, ഡച്ച് കൊച്ചിയുടെ പുത്തന്, പിന്നെ ട്രാവൻകൂർ കൊച്ചിൻ്റെ സ്റ്റാമ്പ് പേപ്പർ, അങ്ങനെയുള്ള ഐറ്റങ്ങളാണ് മാത്രമാണ് ഞാനിപ്പോൾ ഇന്നിവിടെ പ്രദർശിപ്പിച്ചത്. ഇപ്പോൾ തിരുവിതാംകൂറിൻ്റെ സ്റ്റാമ്പ് പേപ്പറാണ് മുദ്രപത്രങ്ങൾ, വളരെ പഴക്കമുള്ളതാണ്. അതിൽ ഇപ്പം 4 എണ്ണ അടയേണ്ടത് 8 അണ, 1 രൂപ, 2 രൂപ, 2.5 രൂപ, 3 രൂപ, അങ്ങനെയുള്ളതാണ് ഇപ്പം നമ്മളിവിടെ വെച്ചിരിക്കുന്നത്. ഇത് അതിന് ശേഷമുള്ള രാജാവിൻ്റെ, ചിത്തിരനാൾ മഹാരാജാവിൻ്റെ ചിത്രമുള്ള സ്റ്റാമ്പ് പേപ്പറുകളാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ തിരുവിതാംകൂറും കൊച്ചിയുടെ ഒന്നിച്ചപ്പോൾ തിരുവിതാംകൂർ കൊച്ചി എന്നും പറഞ്ഞ് സ്റ്റാമ്പ് പേപ്പർ ഇറങ്ങി. അതാണ് ഇത്. അത് കഴിഞ്ഞിട്ട് തിരുവിതാംകൂർ കൊച്ചി കേരള, തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും കൂടെ ഉള്ള പേപ്പറിൽ 47 ശേഷം കേരള എന്നുകൂടെ പ്രിൻ്റ് ചെയ്തിട്ട് നമ്മളിവിടെ ഉപയോഗിച്ചിരുന്നു. ആ പേപ്പറുകളാണ്. ഇത് കൊച്ചിയിൽ 5 രാജാക്കന്മാരാണ് കൊച്ചി ഭരിച്ചിരുന്നത്. അതിന് മുമ്പ് ഡച്ചുകാർ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഡച്ച് കൊച്ചി, ഇതെന്ന് പറയുമ്പോൾ 130-140 വർഷത്തോളം പഴക്കമുള്ളതാണ്. ഇത് രണ്ടുമാണ്. അതിന് പുത്തൻ എന്നാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അന്ന് കൊച്ചി പുത്തൻ നാണയങ്ങളൊക്കെ ഇറങ്ങിയിരുന്ന ആ സമയത്ത് ഇറങ്ങിയിട്ടുള്ള പുത്തൻ്റെ സ്റ്റാമ്പ് പേപ്പറാണ്. അത് കഴിഞ്ഞിട്ടാണ് കൊച്ചിയിൽ 5 രാജാക്കന്മാർ ഭരണത്തിൽ വരുന്നത്. അതിൽ ഇത് 1ാമത്തെ രാജാവ്, ഇത് 2ാമത്തെ രാജാവ്, ഇത് 3ാമത്തെ രാജാവ്, 4ാമത്തെ രാജാവ്, ഇത് 5ാമത്തെ രാജാവ്, ഇത് 6ാമത്തെ രാജാവ്. അങ്ങനെ ക്രമാനുഗതമായിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. ഇവരുടെ പേരാണ്. പിന്നെ നമ്മുടെ അടുത്തത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ സ്റ്റാമ്പ് പേപ്പറാണ്. ഇത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ നമ്മുടെ ആദ്യത്തെ റാണി, ഭരിച്ചുകൊണ്ടിരുന്ന റാണി, അത് കഴിഞ്ഞ് എഡ്വേർഡ്, അത് കഴിഞ്ഞ് ജോർജ് 5ാമൻ, അത് കഴിഞ്ഞ് ജോർജ് 6ാമൻ. ജോർജ് 6ാമൻ വരെയാണ് ഇവിടെ ഭരിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് 47 വരെ ജോർജ് 6ാമൻ ഭരിച്ചിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുകയായിരുന്നല്ലോ. അതിനുശേഷമാണ് നമ്മുടെ